സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജിൽ ഇന്നൊരു 4 കാർഡ് സ്പ്രെഡാണ് എടുക്കണേ. അപ്പോൾ അതിൽ ഇന്ന് ഫസ്റ്റ് കാർഡ് കറണ്ട് എനർജി, സെക്കൻഡ് കാർഡ് ചലഞ്ച്, മൂന്നാമത്തെ കാർഡ് കറണ്ട് സിറ്റുവേഷൻ, നാലാമത്തെ കാർഡ് നമ്മൾ എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കാർഡ് വന്നേക്കണേ ഏറ്റവും സോഴ്സാണ്. അവിടെ കാണുന്നത് ഒരു ലേഡി 8 വാളുകൾക്കിടയിൽ ഒരു ലേഡിയെ കണ്ണും കെട്ടി കയറും കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. അതായത് ഒരു പക്ഷേ കരിയർ എടുക്കുകയാണെങ്കിൽ കരിയറിൽ ഒരു കുടുങ്ങിയ അവസ്ഥ, അതായത് വളരെ നിയന്ത്രണങ്ങളും ട്രാപ്ഡ് ആൻഡ് റെസ്ട്രിക്റ്റഡ് അങ്ങനെയുള്ള ഒരു അവസ്ഥ. ഒരുപക്ഷെ ഈ സ്ത്രീയുടെ മനസ്സിലെ ചിന്താഗതിയാവാം, ഒരുപക്ഷെ ഇവർക്ക് സ്വയം ഈ കെട്ടുകൾ അഴിച്ച് അവിടെ നിന്ന് മാറിപ്പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ സ്വയം ഒരു കടുത്ത നിയന്ത്രണങ്ങളുടെ ഇടയിലും കുടുങ്ങിയ ഒരവസ്ഥയും ട്രാപ്ഡാണോ റെസ്ട്രിക്റ്റഡ് ആയിട്ടൊക്കെ സ്വയം അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവർക്ക് സ്വയം ഇത് പൊട്ടിച്ചെറിഞ്ഞ് പുതിയ അവസരങ്ങൾ നേടി മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. ആ ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നത്. രണ്ടാമത്തെ കാർഡ് എന്താണ്? വെല്ലുവിളി. വെല്ലുവിളി വന്നപ്പോൾ 7 ഓഫ് കപ്സ് ആണ്. 7 ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ഒരു കറുത്ത വസ്ത്രം എടുത്തിട്ട്, കറുത്ത വസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഡ്നെസ്സിനെ സൂചിപ്പിക്കുന്നതാണ്. ദുഃഖിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നോക്കി നിൽക്കണ, ദുഃഖത്താൽ അന്തിച്ച് നിൽക്കണ ഒരാളെയാണ് ഇവിടെ കാണുന്നത്. അതായത് ചോയ്സസ് ആണ് ഇവിടെ വരുന്നത്. ഒരുപാട് കാര്യങ്ങൾ മുന്നിലേക്ക് വരുമ്പോൾ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് അറിയാതെ തീരുമാനമെടുക്കാൻ പറ്റാണ്ട് ദുഃഖിച്ചിട്ട് നിൽക്കുന്ന ഒരാൾ. അതായത് ഇത് കുറേ ആഗ്രഹങ്ങളുടെയും മായയിൽ പെട്ട് കിടക്കാമെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ആഗ്രഹങ്ങളും ഒരു സ്വപ്ന ലോകത്തൊക്കെ ഇരിക്കുന്ന ആളാണ്. അവിടെ ഒരു ഡ്രാഗനെ കാണാം, ഒരു സ്നേക്ക് കാണാം, അവിടെ ഒരു സ്ത്രീയെ കാണാം, അങ്ങനെ പലതും കാണാം. അപ്പോൾ ഒരു മായയിൽ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയാനുള്ളത് എന്താ വെച്ചാൽ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക, തൻ്റെ എയിം എന്താണെന്ന് മനസ്സിലാക്കുക. ഒരുപാട് തെറ്റിദ്ധാരണകളും ഒരുപാട് മിഥ്യാധാരണകളും തെറ്റായ വാഗ്ദാനങ്ങളിലൊക്കെ പെട്ടുപോകാൻ ചാൻസ് ഉള്ള ഒരു കാർഡാണ്. അതിനെതിരെ മുന്നറിയിപ്പ് തന്നെയാണ് ഒരു കാർഡും കൂടിയാണിത്. അപ്പോൾ ഇവിടെ സ്വയം ആത്മപരിശോധന നടത്തി തൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി തൻ്റെ ഇൻറ്റ്യൂഷൻ ഉപയോഗിച്ച് ശരിയായ ഒരു കാര്യം തീരുമാനിച്ച്, ഒരു പ്രവൃത്തി തീരുമാനിച്ച് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ഈ കാർഡ് പറയണത്. ഇത് മായയിൽ പെട്ട് കഴിഞ്ഞാൽ അത് നമ്മളെ അപകടത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക, തൻ്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുക, സ്വയം ആത്മപരിശോധന ചെയ്യുക, തൻ്റെ ഇൻറ്റ്യൂഷനെ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു കാര്യത്തിനെ തിരഞ്ഞെടുത്ത് തൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ചാലഞ്ച് എന്നുള്ള കാർഡ് പറയണം. അടുത്ത കാർഡ് എന്താണ്? കറണ്ട് സിറ്റുവേഷൻ. കറണ്ട് സിറ്റുവേഷൻ പറഞ്ഞാൽ 5 ഓഫ് സോഴ്സ് ആണ്. 5 ഓഫ് സോഴ്സ് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിസഗ്രിമെൻറ്റ്. ഇപ്പോൾ കരിയറിലൊക്കെ ആണെങ്കിൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ്, സംഘർഷം നടക്കുകയാണ്. ഇതിലിപ്പോൾ സാർത്ഥതയോടെ ഒരാൾ വിജയിച്ച് നിൽക്കണ കാണാം ഒരു ബാറ്റിൽ. അതായത് കൗരവന്മാരുടെ വിജയം, പാണ്ഡവന്മാർ പരാജയപ്പെട്ടു പോണു. അതിലൊരാൾ കരഞ്ഞുകൊണ്ട് കണ്ണും പൊത്തി പോണത് കാണാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ കാർഡ് പറയണത് ആ ഒരു സംഘർഷത്തിൽ നിന്ന് മാറിപ്പോവുക, അതാണ് വേണ്ടത്. പിന്നെ അവിടെ നിൽക്കല്ല, അവിടെ നിന്ന് മാറിപ്പോവുക. എന്നിട്ട് എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്? ലാസ്റ്റ് കാർഡ് ഫോക്കസ് എന്നുള്ള കാർഡ് വന്നതാണ് 9 ഓഫ് പെൻറ്റക്കിൾസ്. 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക. 9 ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് ഒരു സ്ത്രീ സ്വന്തം അധ്വാനം കൊണ്ട്, സ്വന്തം കഠിനാധ്വാനം ചെയ്ത് തൻ്റെ കരിയറിലെ സക്സസ്സും സമൃദ്ധിയും നേടിയ ഒരു ലേഡിയുടെ കാർഡാണ് 9 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ അതേപോലെ തന്നെ സ്വന്തം കാര്യം നോക്കി സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക. തൻ്റെ കരിയറിൽ ഹാർഡ് വർക്ക് ചെയ്ത് ഡെഡിക്കേഷൻ കൊണ്ട് സക്സസ്സും സമൃദ്ധിയും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക.
തീർച്ചയായിട്ടും ഈ 9 ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞ കാർഡ് സമൃദ്ധിയുടെ കാർഡാണ്. തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്ത് തൻ്റെ ഡെഡിക്കേഷൻ കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും സക്സസ്സും അബണ്ടൻസും ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഫോക്കസ് എന്നുള്ള കാർഡ് പറയണം. അപ്പോൾ ഇതാണ് ടാരോയുടെ ഇന്നത്തെ ഗൈഡൻസ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.